ജാർഖണ്ഡിലെ ഇടക്കാല മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറനും അദ്ദേഹത്തിൻ്റെ മകനും ബി.ജെ.പിയിൽ ചേക്കേറിയത് പണാധിപത്യം കൊണ്ടാണെന്ന് കൃത്യമായി ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചമ്പൈ സോറനെയും മകനെയും എത്തിക്കാൻ ബി.ജെ.പി ഒഴുക്കിയത് കോടികളാണ് എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. ന്യൂഡൽഹിയിൽ ചമ്പൈ സോറനെ കണ്ടതും ആ ഒരു രീതിക്ക് വേണ്ടിയായിരുന്നു. ചർച്ചകൾ നിരവധിയായി നടന്നു. ആദ്യത്തെ ഡീലിൽ സംതൃപ്തനല്ലാത്ത ചമ്പൈ സോറൻ പാർട്ടിയിലേക്ക് പോകാൻ കാലതാമസം എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് കൃത്യമായ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഒടുവിൽ റാഞ്ചിയിൽ വെച്ച് ചമ്പൈ സോറനും മകനും ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് ഔദ്യോഗികമായി മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചത്. പണാധിപത്യവും അഴിമതിയും സ്വജനപക്ഷപാതവും ഏറ്റവും കൂടുതൽ സ്ഫുരിക്കുന്ന ഭരണമാണ് ഇപ്പോഴത്തെ മോദി ഭരണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ട് പറഞ്ഞു നടക്കുന്നതോ അഴിമതിയുടെ എന്തെങ്കിലും കഥ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് ബി.ജെ.പി ഇവിടെ സ്വജനപക്ഷപാതവും അഴിമതിയും കാണിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. ജനങ്ങളെ തെരുവിലിറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കർഷകരെയും സാധാരണക്കാരെയും വഞ്ചിക്കുന്ന ബി.ജെ.പി കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും നെറികേടിൻ്റെ ആൾരൂപമായി നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവിഹിതം അനുവദിക്കാതെ ഭരണം പിടിച്ചു നിർത്താൻ സഖ്യകക്ഷികൾ, അതായത് TDPയും ഐക്യജനതാദളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ബീഹാറിലും ആന്ധ്രയിലേക്ക് മാത്രമാണ് ധനസഹായവും പാക്കേജുകളും എത്തിച്ചിരിക്കുന്നത്. ഇതുവഴി ബി.ജെ.പിയുടെ കൃത്യമായ നെറികേടിൻ്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വളരെ വൈകാതെ തന്നെ ചമ്പൈ സോറനെ എത്തിച്ച അതേ ബി.ജെ.പിക്ക് മറ്റൊരു പണി കൂടി ഉണ്ടായിരിക്കുകയാണ്. അത് ചമ്പൈ സോറൻ്റെ എതിരാളികളായി ബി.ജെ.പിയിൽ തന്നെ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ബി.ജെ.പി അംഗത്വം രാജിവെക്കുകയാണ്. ചമ്പൈ സോറനുമായി എതിരഭിപ്രായമുണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള ബി.ജെ.പി ആദിവാസി വിഭാഗം നേതാക്കൾ ചമ്പൈ സോറനെ എത്തിച്ചതിലുള്ള പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ബി.ജെ.പി വിടാനൊരുങ്ങുന്നു. അർജുൻ മുണ്ട അടക്കമുള്ള നിരവധിയായ നേതാക്കൾ അതിന് തുനിയുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അവർ വളരെ വൈകാതെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലേക്ക് എത്തും എന്നും വ്യക്തമാവുകയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മറുപണി തന്നെയായിരിക്കും. JMM അധ്യക്ഷനായിട്ടുള്ള ഹേമന്ത് സോറൻ്റെ വസതിയിൽ വെച്ചായിരിക്കും അവർ അംഗത്വം എടുക്കുക എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിലും അടിച്ചാൽ പത്തി നോക്കി തന്നെ അടിക്കണമെന്ന് പഴമക്കാർ പറയുന്നത് ഇതുതന്നെയാണ്.